ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത മാവേലിക്കര ചെറുകോൽ മുണ്ടുവെലിൽ വൈദ്യൻ കൊച്ചുട്ടിയുടെയും ഈഴേക്കടവിൽ മറിയാമ്മ കൊച്ചുട്ടിയുടെയും രണ്ടാമത്തെ മകൻ. ജനനം 1918 ഡിസംബർ 9 ജോർജ് കുട്ടി എന്നായിരുന്നു ഓമന പേര്. ചെറുകോൽ സാൽവേഷൻ ആർമി സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. പത്തിച്ചിറ സെന്റ് ജോൺസ്, മാവേലിക്കര BH എന്നിവിടങ്ങളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ശാസ്താംകോട്ട സെന്റ് ജോൺസ് റൂറൽ ബേസിക് ട്രെയിനിങ് സ്കൂളിൽ TTC പാസ്സായി. ഇടയാറന്മുള ഫ്രീ സ്കൂളിലും മാവേലിക്കര BH ഹൈസ്കൂളിലും പത്തിച്ചിറ സെന്റ് ജോൺ സ്കൂളിലും അധ്യാപകൻ. മാവേലിക്കരയിൽ ഒരു വാടക കെട്ടിടത്തിൽ 1953 സുവിശേഷാലയം ആരംഭിച്ചു. ജബൽപൂർ ലേണാർഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും BDയും അമേരിക്കയിൽ ന്യൂജേഴ്സിയിലെ ഡ്രൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ MAയും ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും STMും കരസ്ഥമാക്കി. സറാംപൂർ സർവകലാശാലയിൽ നിന്നും 1993 ഡോക്ടറേറ്റ് നേടി. പ്രശസ്ത വേദശാസ്ത്രജ്ഞരായ പോൾ ടില്ലിക്, റെനോൾഡ് നീബൂർ, ജോർജ് ഫ്ലോറോസ്കി, എഡ്വിൻ ലോയിസ് എന്നിവരുടെ മുഖ്യ ശിക്ഷണത്തിൽ അമേരിക്കയിൽ വേദശാസ്ത്രം അഭ്യസിച്ചു. 1952 മുതൽ കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ അധ്യാപകൻ. 1948 ഓഗസ്റ്റ് 8 ഔഗേൻ മാർ തീമോത്തിയോസിൽ നിന്ന് പഴയ സെമിനാരിൽ വെച്ച് കോറോയോ പട്ടവും, ദേവലോകം അരമനയിൽ വെച്ച് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയിൽ നിന്നും 1956 മെയ് 9 പൂർണ്ണശമ്മാശ പട്ടവും മെയ് 10 വൈദിക പട്ടവും ലഭിച്ചു. 1965 ഡിസംബർ 28 കോട്ടയം MD സെമിനാരിയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തെങ്കിലും സ്ഥാനം ലഭ്യമായില്ല. 1974 ഒക്ടോബർ 2 നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മെത്രാൻ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുത്തു. 1975 ഫെബ്രുവരി 15 ശനിയാഴ്ച പുത്തൻകാവ് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ദാനിയേൽ മാർ പിലക്സീനോസ് റംബാൻ സ്ഥാനം നൽകി. 1975 ഫെബ്രുവരി 16 ഞായറാഴ്ച നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയാക്കി. 1976 ഏപ്രിൽ 1 നിരണം ഭദ്രാസനാധിപനായി ചുമതലയേറ്റു. 2005 ജൂലൈ 3 ഭദ്രാസന ഭരണത്തിൽ നിന്നും വിരമിച്ചു. 2008 ജനുവരി 27 പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ സഭാരത്നം ബഹുമതി നൽകി ആദരിച്ചു. കോട്ടയം എലിയ കത്തീഡ്രൽ, കൽക്കട്ട സെന്റ് ജോർജ്, ചങ്ങനാശ്ശേരി സെന്റ് തോമസ്, കാരാപ്പുഴ മാർ ഗ്രിഗോറിയോസ് ചാപ്പൽ, കുഴിമറ്റം സെന്റ് ജോർജ് എന്നിവിടങ്ങളിൽ വൈദിക ശുശ്രൂഷ നിർവഹിച്ചു. സൗദി അറേബ്യയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോൺഗ്രിഗേഷൻ്റെയും മരുഭൂമിയിലെ നീരുറവ എന്ന സഹായനിധിയുടെയും സ്ഥാപകൻ. അഖില ലോക സഭാ കൗൺസിൽ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനിലും പ്രോ ഓറിയൻ്റെ ഫൗണ്ടേഷനിലും അംഗമായിരുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, ബൈബിൾ സൊസൈറ്റി, കേരള ഓക്സിലറി, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം, സ്ലീബാദാസ സമൂഹം എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. ഓർത്തഡോക്സ് വൈദിക സെമിനാരി വൈസ് പ്രിൻസിപ്പലും. അഖില ലോക സഭാ കൗൺസിലിന്റെ വിവിധ സമ്മേളനങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വിവിധ രാജ്യാന്തര ദേശീയ സമ്മേളനങ്ങളിൽ 1952 മുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ചു. സാമൂഹിക ആതുര ശുശ്രൂഷാ രംഗങ്ങളിൽ വിവിധ പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പ്രാരംഭമിട്ടു. 1958 സെയിന്റ് പോൾ സുവിശേഷ സംഘവും 1959 പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമവും 1978 കന്യാസ്ത്രീ മഠവും ആരംഭിച്ചു. മാവേലിക്കര സുവിശേഷാലയം 1979 സെന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്ററായി ഉയർത്തി. മലങ്കര സഭയിൽ മിഷൻ പഠനത്തിനും പ്രവർത്തനത്തിനും പുതിയ ദിശ പകർന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയെ മിഷനറി സഭയാക്കി ഭാരതം മുഴുവൻ സുവിശേഷ പ്രവർത്തനം നടത്തുകയാണ് മുഖ്യ ലക്ഷ്യം. ക്രിസ്തീയ വേദശാസ്ത്രത്തിലും ഇന്ത്യൻ ഫിലോസഫിയിലും അവഗാഹം നേടി. സ്നേഹത്തിൽ അധിഷ്ഠിതമായ തൃത്വ വേദശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ശാസ്ത്രീയമായി ആവിഷ്കരിച്ചു. ഇത് സാമൂഹിക നീതിയിൽ അടിസ്ഥാനമിട്ട ദർശനമാണ്.
പ്രമുഖ വേദശാസ്ത്രജ്ഞനും ദാർശനികനും എന്ന നിലയിൽ എക്യുമെനിക്കൽ രംഗത്ത് രാജ്യാന്തര പ്രശസ്തി നേടി. കൺവെൻഷൻ പ്രസംഗങ്ങളിൽ കൂടി അനേകരെ മിഷൻ പ്രവർത്തനങ്ങളിലേക്കും ആതുര ശുശ്രൂഷാ രംഗത്തേക്കും വൈദിക ശുശ്രൂഷയിലേക്കും ആകർഷിച്ചു. തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി, ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ്, ഷെയറിംഗ് ഗോഡ് ആൻഡ് എ ഷെയറിംഗ് വേൾഡ്, വൺ റിലീജിയൻ ഓഫ് ലവ്, അദ്വൈത വേദശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങൾ അന്തർദേശീയ പ്രശസ്തി നേടി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 60-ലധികം ഗ്രന്ഥങ്ങളും 10,000-ൽ പരം പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. 1979 മുതൽ മിഷൻ ബോർഡിൻ്റെയും 1984 മുതൽ നാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസിൻ്റെയും പ്രസിഡന്റാണ്. ഞാൻ രണ്ടുപേരും പറഞ്ഞു, എനിക്ക് ഡയാലിസിസ് ആവശ്യമില്ല, നീറുകയാൽ അല്ലാതെ ഉള്ള മരുന്നൊക്കെ മതിയെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. കാരണം ഈ ഡയാലിസിസ് പറയുന്നത് വെച്ചാൽ അനാവശ്യമായ കാശ് ചെലവാക്കുന്ന പരിപാടിയാണ്. ഈ ദൈവം തരുന്ന കാശ് പാവങ്ങൾക്ക് ഒഴിവാക്കാനാണെന്നാണ് എൻ്റെ ഡിവൈൻ കോള്. എനിക്ക് വേണ്ടി അനാവശ്യമായി ചെലവാക്കുന്നത് ദൈവം നീതീകരിക്കാനൊക്കെയില്ല. അപ്പോൾ നോർമൽ ലൈഫിനുള്ള മരുന്നൊക്കെ പിന്നെ അത് ഒരുപാട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുമുണ്ട്. പക്ഷേ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത എക്സ്പെൻസീവ് പരിപാടിയാണ്. അതിൽ ഈ ഡയാലിസിസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ ജീവിച്ചില്ലയോ, അതുപോലെ ജീവിച്ചാൽ പോലെ. അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡയാലിസിസ് ഇപ്പോൾ പറയാൻ പോകണ്ട. ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത പറയുന്നു. കഴിഞ്ഞ 93 വർഷമായി എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വിഷയം വിശുദ്ധ തൃത്വവും തൃത്വാധിഷ്ഠിതമായ സ്നേഹവും സാമൂഹ്യ നീതിയുമാണ്. ദൈവം വിശ്വാസമല്ല, പ്രത്യാശയല്ല, സ്നേഹമാണെന്ന് പഠിച്ച ആദ്യകാലങ്ങളിൽ സാമൂഹ്യ നീതിക്ക് ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുമായിരുന്നു. അക്കാലത്തെ എൻ്റെ പുസ്തകങ്ങളിലെ പ്രധാന വിഷയം ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ആഴമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ ഏകമതം എന്ന പുസ്തകത്തിൽ സ്നേഹമാണ് പ്രധാന ആശയം. ഇപ്പോൾ അധികമായി സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സർവ്വലൗകിക സാഹോദര്യം വളരണമെന്ന് ഞാൻ പഠിപ്പിച്ചു. ഞാൻ പലരുടെയും സഹായം കൊണ്ട് പഠിച്ചയാളാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാതെയും നിന്നു. ആളുകൾ സഹായിച്ചതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ആ സഹായമാണ് ഞാൻ തിരിച്ചു നൽകുന്നത്. മിഷൻ ദൈവിക സ്നേഹത്തിൻ്റെതാണ്. യേശു എന്നെ എടുത്തു. എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്ന എല്ലാ മഹത്വവും കർത്താവിനുള്ളതാണ്, എനിക്കുള്ളതല്ല. ദൈവം നമ്മെ എടുത്താൽ ദൈവം ഉപയോഗിച്ചുകൊള്ളും. എൻ്റെ പേരിൽ 1 സെന്റ് സ്ഥലം പോലും എഴുതി വച്ചിട്ടില്ല. എല്ലാം സഭയുടെ പേരിലാണ്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം പണം തന്നുകൊള്ളും. അമ്മയാണ് എന്നെ ദൈവസ്നേഹവും പങ്കുവയ്ക്കലും പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അമ്മ പകർന്നു തന്നു. അമ്മ എനിക്ക് ആദ്യം വേദപുസ്തകം തന്നു. അത് വായിക്കുവാൻ പഠിപ്പിച്ചു. വേദപുസ്തകം ചില ഭാഗങ്ങൾ എനിക്ക് മനഃപ്പാഠമാണ്. ചെറുപ്പത്തിൽ പഠിച്ചതാണ്. എൻ്റെ അമ്മയുടെ എല്ലാ ഫോട്ടോയും വേദപുസ്തകം കയ്യിൽ പിടിച്ചുള്ളതാണ്. അമ്മയുടെ ദാന സ്വഭാവം എന്നെ പങ്കിടിയിൽ പഠിപ്പിച്ചു. വിരുന്നുകാർക്ക് ഭക്ഷണം നൽകിയിട്ട് അമ്മ സ്വയം പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പങ്കിടിയിലും കരുതലും അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചു. 95ാം വയസ്സിൽ മരിച്ച ശുദ്ധഹൃദയനായ എൻ്റെ പിതാവിൻ്റെ ജീവിതവും എന്നെ വളരെ ആകർഷിച്ചു. 1975 ജനുവരി 31 എൻ്റെ അമ്മ മരിച്ചു. 1980 ജനുവരി 11 എൻ്റെ പിതാവും മരിച്ചു. സുവിശേഷ വേലയെപ്പറ്റി എൻ്റെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളായിരുന്നു. വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു ദൈവശാസ്ത്രജ്ഞനാകുകയില്ലായിരുന്നു. ദൈവകൃപയാൽ സെമിനാരിയിൽ 1/2 നൂറ്റാണ്ടിലധികം പഠിപ്പിക്കുവാൻ ദൈവം കൃപ നൽകി. ഓർത്തഡോക്സ് സെമിനാരിയാണ് എന്നെ ഞാനാക്കിയത്. 1965 എന്നെ മെത്രാനാക്കിയിരുന്നെങ്കിൽ ഞാൻ മലബാറിൽ പോകേണ്ടി വരുമായിരുന്നു. 1975 മെത്രാനായത്. അത് ഭാഗ്യം. അതുകൊണ്ട് ദീർഘനാൾ സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു. ദൈവം തിന്മ ചെയ്യുന്നില്ല, എല്ലാം നന്മയ്ക്കാണെന്ന്. 1000-ൽ പരം വൈദികരെ ഞാൻ പഠിപ്പിച്ചു. അതിൽ 30ഓളം മെത്രാച്ചന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായത് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ.
അത് കാണുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവിതം സമ്പൂർണമായി ലോകത്തിന് വേണ്ടി, അഥവാ സഭയ്ക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പിതാവ്, അനേകരുടെ ആരാധനാമൂർത്തി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് അദ്ദേഹം കേരളത്തിനും ഭാരതത്തിന് അകത്തും ഭാരതത്തിന് പുറത്തും ഒരു വിശ്വ പൗരത്വം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടിത്തറ, അസ്ഥിവാരം സ്വന്തം ജീവിതത്തിലെ പരിപൂർണമായി അത് പ്രാവർത്തികമാക്കുവാൻ ആ വന്യപിതാവ് പരിശ്രമിക്കുന്നു. അനേക വൈദിക സഹോദരങ്ങളുടെ ആരാധനാമൂർത്തിയും അതുപോലെ തന്നെ അധ്യാപകനും ആവേശവുമാണ്. അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ പാവപ്പെട്ടവരോടുള്ള കരുണ, ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ ഒരു വിപ്ലവാത്മകരമായ ചിന്ത സ്വന്തം ജീവിതത്തിലെ ഏറെ പകർത്തപ്പെട്ട ഒരു പിതാവ്. ആ വന്യനായ പിതാവ് ഇന്നും മലങ്കര സഭയ്ക്ക് വലിയ ഒരു ദിശാബോധം നൽകുന്നു. യുവാക്കളെ സ്നേഹിക്കുന്നു, യുവാക്കളെ സഭയോട്, ദൈവത്തോട് ചേർത്ത് നിർത്തുന്നു. ആ വന്യപിതാവിന്റെ ജീവിതം വീണ്ടും വീണ്ടും നമുക്ക് ഏവർക്കും വലിയ ഒരു അനുഗ്രഹവും ആവേശവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രസംഗിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നില്ല എന്ന പരമാർത്ഥം എന്നെ പലപ്പോഴും ദുഃഖിപ്പിക്കാറുണ്ട്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ എന്ന വേദപുസ്തകത്തിലെ ആശയം ദിവസവും രാവിലെ ഞാൻ ഓർക്കും. അതെനിക്ക് വളരെ പ്രത്യാശ നൽകാറുണ്ട്. സമൂഹത്തോട്, വിശിഷ്യ ദരിദ്രന്മാരോടുള്ള കടപ്പാട് ഞാൻ കൊടുത്തു തീർത്തിട്ടില്ല. മുതലാളിത്തത്തെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഔദാര്യരായ മുതലാളിമാർ വളരെയധികം മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. സ്വാർത്ഥ മുതലാളിമാർക്ക് മാനസാന്തരം ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചിൽ നിന്ന് കിട്ടുന്നതാണ് സ്വാർത്ഥത, ദൈവചിന്തയിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്നേഹം. ദൈവം സ്നേഹമാകുന്നതിനാൽ ലോകത്ത് സ്നേഹത്തിന്റെ നവോത്ഥാനം വരണം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിന്റെ പ്രേരക ശക്തി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹകൂടാരം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടു. പരസ്പരം പങ്കിടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന സാഹോദര്യമാണ് ഈ കൂടാരത്തിൽ എന്നും നിലനിൽക്കേണ്ടത്. യുവാവായിരുന്നപ്പോൾ ഇന്ത്യയുടെ വലിയൊരു ക്രൈസിസ്, മുസ്ലിംസും ഹിന്ദുസും കൂടെയുള്ള വലിയ പോരാട്ടം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയം. അന്ന് ജീവൻ പോലും ബലി ചെയ്ത് അവിടെ പോയി ആളുകൾക്ക് ശുശ്രൂഷകൾ ചെയ്യുകയും ഭക്ഷണം കൊടുക്കുകയും മരിച്ചവരെ മാറ്റുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. ദൈവം സ്നേഹമാകുന്നതിനാൽ ലോകത്ത് സ്നേഹത്തിന്റെ നവോത്ഥാനം വരണം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിന്റെ പ്രേരക ശക്തി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹകൂടാരം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടു. പരസ്പരം പങ്കിടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന സാഹോദര്യമാണ് ഈ കൂടാരത്തിൽ എന്നും നിലനിൽക്കേണ്ടത്. മനുഷ്യ നന്മയും സ്വാതന്ത്ര്യവും സാമൂഹ്യ നീതിയും സുരക്ഷിതാവസ്ഥയും ഹനിക്കുന്ന ശാസ്ത്ര പുരോഗതിയും നൂതന സാങ്കേതികതയും എല്ലാവർക്കുമുള്ള നീതിപൂർവമായ വികസനം അസാധ്യമാക്കും. സമ്പത്ത് പങ്കിടാതെ സ്വരൂപിച്ചു വയ്ക്കുന്ന കോടീശ്വരന്മാർ മഹാപാപികളാണ്. സമ്പത്ത് പങ്കിടാത്ത എല്ലാവരും വിഡ്ഢികളാണ്. എല്ലാ കോടീശ്വരന്മാരും പാപികളാണ്. പട്ടിണി പാവങ്ങൾക്കും അവകാശപ്പെട്ട സമ്പത്താണ് അവർ കൂട്ടിവെച്ചിരിക്കുന്നത്. പങ്കിടാൻ മനസ്സില്ലാത്ത മുതലാളി ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയല്ല. മുതലാളിത്തത്തിൽ ക്രിസ്ത്യാനിക്ക് സ്ഥാനവുമില്ല. കോളുമേറി വന്നാൽ മരണം മാറ്റും
നിന്റെ ആലോചന പാവന്മാരെ നടത്തണമേ. നിന്റെ ആലോചന മത്സാച്ചന്മാരെ നിന്റെ ആലോചന. നിന്റെ ആലോചന സഭയെ നയിക്കണമേ. നിന്റെ ആലോചന നിരീശ്വരന്മാരെ നടത്തണമേ. എന്റെ വിശ്വാസപ്രകാരം നിരീശ്വരന്മാരുടെ ദൈവമില്ലെന്നുള്ള തീരുമാനം യുക്തികീരുന്നതല്ല. ഹീറ്റ് സ്പെൻസ് കോൾ കോൺട്രാക്ട്സ് അതിന്റെ കാരണം ദൈവമാണെന്ന് അവരറിഞ്ഞിട്ടാണ് നിരീശ്വരത്വം പറയുന്നത്. എല്ലാം ദൈവത്തിന്റെ കാരണമാണ്. അതുകൊണ്ട് നിരീശ്വരന്മാരും നന്മ ചെയ്താൽ രക്ഷ കിട്ടുമെന്ന് ഒന്നാമത് പറയുന്നു. രണ്ടാമത് പറയുന്നത്, ഞാൻ ഈഴക്കട്ടെ ജോർജ് കുട്ടിയായിരുന്ന കാലത്ത് കന്നാലെത്തിയിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ദൈവം തുറത്തുകൊള്ളും. അങ്ങനെ വായ വിസ്താരത്തിൽ തുറക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. പാവപ്പെട്ട അമ്മ പറഞ്ഞു, വാ തുറക്കാനാണ്, പക്ഷെ വിഴുങ്ങരുത്, മറ്റുള്ളവർക്ക് കൊടുക്കണം, സ്വാർത്ഥത പാടില്ല. ആ പ്രമാണം വച്ചിട്ട് ഈ പ്രാവശ്യം 80 ലക്ഷം രൂപയാണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയത് ഈ സ്ഥാപനത്തിന് വേണ്ടി. ഫിലിപ്പർ പാച്ചൻ പോയപ്പോൾ 80 ലക്ഷം കൊണ്ടുപോയി ബാക്കിയുമുണ്ട്. 42 സ്ഥലം KJ എബ്രഹാം ഫ്രീ ആയിട്ട് തന്നിരുന്നത് ഇപ്പോൾ 1 ഏക്കർ 20 ഏക്കർ സ്ഥലമുണ്ട്. മുഴുവനും ബാബായുടെ പേരിലാണ്. 5580 വലിയ ബാബ 100 രൂപ തന്നാണ് പുതുപ്പാടിക്ക് വിട്ടത്. ആ 100 രൂപ ബാബായുടെ അല്ലാതെ ഞാൻ കൊടുപ്പിച്ചതാണ്. ആ 100 പൊലിഞ്ഞ് കോടിക്കണക്കിനായി. ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ നേരം 10,000 രൂപയുടെ ഒരു ചെക്കാണ് ബാബ തന്നത്. ബാബായുടെ പേരാണ് ഇത് പണിതിരിക്കുന്നത്. ഈ 30 ഏക്കർ സ്ഥലമല്ല, 300 ഏക്കർ സ്ഥലം ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത് സഭയുടെ പേരിലാണ്. പാപി എന്റെ പേരിലുണ്ടായാൽ ഞാൻ നശിക്കും. മെത്രാച്ചന്മാരുടെ പേരിൽ സമ്പാദിച്ചാൽ നരകത്തിൽ പോകും. മെത്രാച്ചന്മാരുടെ പേരിൽ സമ്പാദിക്കാൻ പാടില്ല. സഭയുടെ പേരിലും പാവങ്ങളുടെ പേരിലും സമ്പാദിക്കും. ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു എന്ന് പറയുന്നെങ്കിലും ഒരു കാതോലിക്കായി പഠിപ്പിച്ചത് എന്റെ അഭിമാനം. പ്രത്യേക ബാബായെ പഠിപ്പിച്ചതോട് എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയമാണ്. വേറൊരു കാതോലിക്കായുടെ ഗുരുവാകാൻ എനിക്ക് ഭാഗ്യമില്ല. അദ്ദേഹം നന്ന ഭാഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ഓർത്ത് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാനവരാശിക്ക് വേണ്ടി പരിവർത്തനപ്പുറത്ത് പറഞ്ഞതുപോലെ പ്രസംഗിക്കണം. മാനവരാശി മുഴുവനും വിശ്വാസത്താൽ രക്ഷപ്രാപിക്കും പ്രവൃത്തിയിൽ ആണ് ദൈവം നോക്കുന്നത്. ആ പ്രവൃത്തിക്കനുസരിച്ച് വിശ്വാസമുണ്ടെങ്കിൽ രക്ഷപ്രാപിക്കും. അത് മരണാനന്തരമാണെങ്കിൽ രക്ഷപ്രാപിക്കും. ആകയാൽ ആ നിത്യരക്ഷയെക്കുറിച്ച് MJ ജോസഫത്തിനൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാമായിരിക്കാം, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇത്രയും പേര് വന്നവരോട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. നിങ്ങളാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. നിങ്ങളാണ് ഇതെല്ലാം ക്രമീകരിച്ചത്. ഇവിടെ പുന്നൂസൻ മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ് ഈ ആദ്യം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളോട് നന്ദി പറയുന്നു. പാപിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാർത്ഥന്മാരുടെ എണ്ണം കുറയണം, നന്മ ചെയ്യുന്നവരുടെ എണ്ണം കൂടണം. കോടീശ്വരന്മാരെ ആവശ്യമില്ല, ദരിദ്രന്മാരെ ആവശ്യമില്ല. ദരിദ്രന്റേത് പിടിച്ചു വെച്ചാണില്ല കോടീശ്വരന്റെ കയ്യിരിക്കുന്നത്. അവൻ പാവം കൊടുക്കുന്നവർ മനുഷ്യനല്ല, മൃഗമാണ്. സ്വാർത്ഥന്മാർ മൃഗങ്ങളാണ്, കോടീശ്വരന്മാർ മൃഗങ്ങളാണ്. ആ മൃഗീയത വിളിച്ചിട്ട് സ്നേഹം വരുമ്പോൾ മനുഷ്യരാകും. അതാണ് ബാബ പറയുന്നത്. ഞാൻ പറഞ്ഞു നിർത്തുന്നു. സ്നേഹം കൊണ്ട് വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവത്തെ സ്തുതി. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവനും മരണവും ഒരുപോലെ കാൽവരി തന്നൊരു വൻ ധൈര്യം. ജീവനും മരണവും ഒരുപോലെ കാൽവരി തന്നൊരു വൻ ധൈര്യം. കാൽവരി ദിവസം നടക്കാൻ പോയിട്ട് വരുന്നുണ്ട്. വഴി കാണുന്ന കൊച്ചുകുട്ടികൾക്കെല്ലാം മുട്ടായികൾ കൊടുക്കും. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ എൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ഒരു ഉപ്പൊഴിച്ച് നാരങ്ങ, ഉപ്പ് മധുരം ചേർക്കത്തില്ല, വെറും നാരങ്ങ പിഴിഞ്ഞ് ഒരു സോഡ ഒഴിച്ച് അദ്ദേഹം കുടിക്കും. പോക്കറ്റ് കൈയിട്ടിട്ട് ചിലപ്പം 10 10, 100 100 അതാണ് എനിക്ക് തരുന്നത്.
ഞാൻ ബാക്കി മേടിക്കത്തില്ല. അദ്ദേഹത്തിന് അതുപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടായിയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് കൊച്ചു കുട്ടികളെ പോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം കൊച്ചു കുട്ടികളെ സ്നേഹിക്കുന്നത് ആ രീതിയിലായിരുന്നു അദ്ദേഹം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മുറ്റത്തൊക്കെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച ഇന്ന് ഞങ്ങൾക്ക് ഓർമ്മയിരിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം വലിയ വലിയ വേൾഡ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാ ജീവൻ തന്ന ജീവാരംഭമായവനേ ജീവൻ മരണം ജീവനെന്ന പാവനവൃത്തം ഞാൻ തേടും. ജീവൻ മരണം ജീവനെന്ന പാവനവൃത്തം ഞാൻ തേടും. എൻ്റെ വിയോഗവേളയിൽ ശോശപ്പയും പുഷ്പങ്ങളും കൊണ്ടുവരരുത്. അതിനു വേണ്ടി വരുന്ന പണം വസ്ത്രമായോ സംഭാവനയായോ തന്നാൽ മതി. പാവങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയുമല്ലോ. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങളുടെ പേരിൽ അവ നൽകും. എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, ജീവിച്ചിരിക്കുമ്പോൾ എന്ത് നന്മ ചെയ്തു എന്നതാണ് പ്രാധാന്യം. അതെ, തൻ്റെ മരണത്തെപ്പറ്റി പോലും അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിക്ക് പ്രത്യേകമായ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവരെ കരുതുവാനുള്ള, അവരെ കാണുവാനുള്ള തിരുമേനിയുടെ സന്നദ്ധതയായിരുന്നു. മരണത്തെ പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. ഏത് സമയത്തും എവിടെ വെച്ചുമാകട്ടെ ഞാൻ മരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടവും പദ്ധതിയുമാകുന്നു. എൻ്റെ ഓട്ടം തികയുകയും മിഷൻ പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം സ്വന്തം വീട്ടിലേക്ക് എന്നെ വിളിക്കും. രോഗത്തെപ്പറ്റിയോ മരണത്തെപ്പറ്റിയോ ഒരാശങ്കയും ദൈവവിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ ബാലനായ ജോർജ് കുട്ടിയായിരുന്നപ്പോൾ ഹൃദയം യേശുവിന് സന്തോഷത്തോടെ നൽകിയതാണ്. അതിനാൽ യാതൊന്നിനെയും ഞാൻ ഭയക്കുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. അതെ, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവനും മരണവും ഒരുപോലെ കാൽവരി തന്നൊരു വൻ ധൈര്യം. ജീവനും മരണവും ഒരുപോലെ കാൽവരി തന്നൊരു വൻ ധൈര്യം. കാൽവരി തന്നൊരു വൻ ധൈര്യം. ജീവിച്ചാലും മരിച്ചാലും